Hello guys, welcome back to the channel. ഇന്നത്തെ വീഡിയോ പേയ്മെൻറ്റ് പ്രൂഫും അതുപോലെ തന്നെ എങ്ങനെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഹണിഗെയിൻ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മസ്റ്റായിട്ടൊരു പേബാൽ അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു $20 നിങ്ങളുടെ ബാങ്കിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പേബാൽ അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആ അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ എനിക്ക് $20 അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേബാൽ വഴി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ പേബാൽ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നമ്മുടെ ഈ ഹണിഗെയിൻ്റെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തു. സബ്മിറ്റ് കോഡ്. ഓക്കെ, നമ്മളപ്പോൾ $20 പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 or 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഹണിഗെയിൻ്റെ മെയിൽ നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, റിക്വസ്റ്റഡ് $20. ഇതുപോലൊരു മെയിൽ വരുന്നതായിരിക്കും. അതിനകത്ത് കാണുന്ന ലിങ്കിൽ കയറി തിപ്പാലിറ്റി എന്ന് പറഞ്ഞൊരു പേയ്മെൻറ്റ് പോർട്ടലുണ്ട്. അതിൽ നമുക്ക് അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് വരും. അതിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മെയിൽ ID യും അതുപോലെ തന്നെ പാസ്വേഡും എല്ലാം കൊടുത്ത് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ഇതെൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്ത് വിടുകയാണ്. ജസ്റ്റ് ഒന്നുമില്ല, സാധാരണ നമ്മളൊരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ അതിൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കൊടുക്കുന്ന മെയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിലും അതുപോലെ തന്നെ പേരും നിങ്ങളുടെ പേബാൽ അക്കൗണ്ടിൽ എന്ത് മെയിലാണോ എന്ത് പേരാണോ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ആവാനുള്ള ബുദ്ധിമുട്ട് വരും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക.
എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഡൺ, യു ആർ ഓൾ സെറ്റ്, പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് പെർ യുവർ സെലക്ഷൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു മെയിൽ വരും പേപാലിൽ നിന്ന്, ഇതുപോലെ സ്വാംബൈറ്റ് ഇൻക്ലൂഡ് ഹാസ് ബീൻ സെൻഡ് $17.62. അതെന്താ 17.62 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $2 സംതിങ് അവർ സർവീസ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേപാൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വാംബൈറ്റ് സെൻഡ് $17.62. ഇതിന് ശേഷം നമുക്കൊരു മെയിലും കൂടെ വരും, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ഫ്രം യുവർ പേപാൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ പേപാലിൽ വന്നേക്കണം ആ $17.62 നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ പേപാലിൽ ഏത് അക്കൗണ്ട് നമ്പറാണോ കൊടുത്തേക്കണം ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മെയിൽ. ദെൻ ഒരു 1 days മാക്സിമം വെയിറ്റ് ചെയ്യുക. പേപാൽ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15-ാം തീയതി സ്വാംബൈറ്റിൽ നിന്ന് പേപാലിലേക്ക് $17.62 ക്രെഡിറ്റ് ആയതും, അതുപോലെ തന്നെ 16-ാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതും. ഓക്കെ, അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 16 ഡിസംബർ 2021 $1,291.84 ക്രെഡിറ്റ് ആയി. ദാറ്റ് ഈസ് $17.62. തീർച്ചയായിട്ടും 100% ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ എൻ്റെ റെഫർ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങളത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിലെങ്ങനെ അക്കൗണ്ട് എടുക്കാം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.